അവിടെ നിന്നേ. ഈ മുറി മതി ചേട്ടാ. നമ്മുടെ ഒരു നിലവാരത്തിൽ ഇത് മതിയെന്നേ. മതി. ആരാ അവിടെ ചുരണ്ടി പറിക്കുന്നത്? ഓ, ആ എലുമ്പ കയറി പറ്റി. ആ എലുമ്പ കയറി പറ്റി. ചവിട്ടി തുറയേട്ടാ. ഗുഡ് മോർണിംഗ്. ശൃംഗരിക്കേണ്ട ഒരു പ്രായം, മുതുകാള. എന്ത് മര്യാദകളാണോ കാണിക്കുന്നത്? ഒരാളുടെ മുറിയിൽ ചവിട്ടി തുറന്നാണ് കയറേണ്ടത്. സാമാന്യ മര്യാദ വേണ്ടേ? ആരായി ഒരാള്? നിങ്ങളോട് ആര് പറഞ്ഞു ഇവിടെ കയറി കിടക്കാൻ? ഇതേ ഞങ്ങൾക്ക് വേണ്ടി വക്കീൽ പ്രത്യേകം ഒരുക്കിയ മുറി. എങ്ങോട്ട് അറിയിക്കും? എന്തൊരു ചന്തം. നാട്ടിലെ പോലെ ഇവിടെ പാരവെപ്പ് തുടരാനാണ് പരിപാടിയെങ്കിലേ ചവിട്ടി എല്ലൊടിക്കും. ആരമല്ല. என்னாச்சு? யார் இந்த திருட்டு பசங்க? பசுக்களா? யார் நீ? அசோகன் அழியம்மார். அழியாவது கிளியாவது எவனாயிருந்தா எனக்கு என்ன? இங்கு நான் சொல்றதுதான் சட்டம், புரிஞ்சுதா? நான் யார் தெரியுமா? வீரபாண்டிய குலோத்துங்க மல்லன். ഇതിന്റെ ഉള്ളിൽ നിന്നാണ് എത്ര നേരം ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അവർക്കൊന്നും ഒന്ന് കാണാൻ പോലും തോന്നിയില്ലല്ലോ. ബിസി ആയിരിക്കും, അതുകൊണ്ടാ. നമ്മൾ ഈ ചിലരെ പോലെ ഈച്ച ആട്ടിക്കൊണ്ടിരിക്കുകയല്ലോ ഇവിടെ ഉള്ളവര്. ലലിച്ച വേണ്ട, അമ്മ ഇപ്പൊ വന്നിരുവാങ്ക, ഉക്കാരുങ്ക. ഇത് പറയാൻ തുടങ്ങിട്ട് നേരം കൂടെ ആയല്ലോ. പെങ്കൊച്ചിനെ അത്യാവശ്യമായിട്ട് കാണേണ്ടത് അശോകന, അല്ലാതെ ചേട്ടനല്ല. നീ പിന്നെ എന്തിനാ ഇവിടെ വായും പൊളിച്ചു നിൽക്കുന്നത്? ചേട്ടാ വേണ്ട വേണ്ട. എന്താ അവിടെ പള്ളി ഉണ്ടോ? മണിയൊടി കേൾക്കുന്നു. ചായ. നിന്നെ എത്ര നേരമായിട്ട് മുകളിൽ അന്വേഷിക്കുന്നു? താഴത്തെ പണികൾ ചെയ്യാൻ വേറെ ജോലിക്കാരില്ലേ ഇവിടെ? ചെല്ലേ, പറഞ്ഞു കേട്ടില്ലേ? മുകളിൽ അല്ല. ജോലിക്കാരി കുട്ടിയാ. അപ്പൊ നമ്മുടെ കുട്ടിയോ? എന്റെ കളരി പരമ്പരയെ രക്ഷിക്കണേ. ഇതാണോ മോള്? ഇത് ഒത്തിരി പ്രായമുണ്ടല്ലോ. പ്രായം ഉണ്ടെങ്കിൽ എന്താ? എന്തൊരു മുഖശ്രീ! വലിച്ചു വാരിയിട്ടിരിക്കുന്ന ആഭരണങ്ങളുണ്ടോ? അശോകന് നന്നായി കലക്കി. നമുക്ക് കലക്കാം. ഇതാണ് രാജവലിയുടെ മുത്തശ്ശി. കൗണ്ടർനാരുടെ പെങ്ങളും മക്കളും മരുമക്കളും കുട്ടികളും. വണക്കം. ഉക്കാരങ്ക. ഞങ്ങൾ ഊണ് കഴിച്ചില്ല, അമ്മച്ചി കഴിച്ചല്ലേ? ഇരിക്കാൻ പറഞ്ഞതാ. നിങ്ങളോടല്ല, അമ്മ ഇരിക്കട്ടെ. ഓഹോ, അമ്മ ഇരി. യാരിതിൽ അശോകൻ? ഞാൻ അളിയൻ. അളിയനാ? അതെ, അശോകന്റെ അളിയൻ. ഇത് ലാലിച്ചൻ. അല്ല, ഞാൻ അശോകൻ. ഓ, തെറ്റിപ്പോയി. ഇതാണ് അശോകൻ. ஏன் கொச்சுமோள் ராஜவல்லிக்கும் உங்க பையன் அசோகனுக்கும் சீக்கிரமா கல்யாணம் நடக்கணும். இது கவுண்டர் நாயருடைய ஆசை. வக்கீலே, இவங்களுக்கு வேண்டிய வசதியை செஞ்சு கொடுங்க. இப்படி இல்லையே. ராஜவல்லி இப்ப வந்துருவா. நீங்க எல்லாரும் கீழே உட்காருங்க. മോളിപ്പോ വരും, എല്ലാരും കീഴே ഇരിക്കാൻ. ഇവിടെ അല്ല, താഴെ ഹാളില്. താഴെ താഴെ കീഴെ കീഴെ വാ. രാജവല്ലിയുടെ 5ാമത്തെ വയസ്സിൽ അവളുടെ അമ്മ മരിച്ചതാ. പിന്നെ വളർത്തിയതും നോക്കിയതും എല്ലാം ഈ മുത്തശ്ശിയാ. അവരുടെ തീരുമാനങ്ങൾക്കൊന്നും ഇവിടെ ആരും എതിർത്തൊരു അക്ഷരം പറയാറില്ല. അത്രയ്ക്ക് അനുസരണ എല്ലാവർക്കും.
ആ എത്തിയില്ല കക്ഷി. അയ്യോ ദേ അശോകന്റെ പെണ്ണ്. ഇവിടെ ഇവിടെ ഇങ്ങോട്ട് വരാം വേഗം. വരൂ വരൂ. രാജവല്ലിക്ക് മനസ്സിലായോ ഇതാരൊക്കെയാണെന്ന്? അച്ഛന്റെ ബന്ധുക്കൾ വരുമെന്ന് വക്കീലെങ്കിൽ പറഞ്ഞിരുന്നല്ലോ. മോളെ ഞാൻ ആരാണെന്ന് മനസ്സിലായോ മോക്ക്? ഇതാണ് മോളുടെ അപ്പച്ചി, ഇത് അശോകൻ. എന്താടി ഇത്? റൈഡിങ് കഴിഞ്ഞ് വരുമ്പോ കുടിക്കാൻ എന്താ തരണ്ടെന്ന് നിനക്ക് അറിയില്ലല്ലേ? നിന്ന് മോങ്ങുന്നോ? കറിപ്പിടിയാത്ത അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചില ഹോർലിക്സ് കൊടുക്കേണ്ടതിന് പാല് കൊടുത്ത് ആർക്കാണേലും ദേഷ്യം വരും. അയ്യടാ, അല്ല മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുക. അമ്മാവന്റെ മകളെ കണ്ടല്ലോ, തൃപ്തിയായല്ലോ. അഭയാർത്ഥികളെ പോലെ ഇനി ഇങ്ങനെ തമ്പടിച്ചു കിടക്കാൻ നിങ്ങൾക്കൊക്കെ നാണമില്ലേ? അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? ആൾക്കാരെ കണ്ടും പരിചയപ്പെട്ടൊക്കെ സ്നേഹം ഉണ്ടാക്കുന്നത്, അല്ലാതെ തവളെ വിഴുങ്ങി നീർക്കോലിയെ പോലെ സംസാരിക്കാതിരുന്നാലേ ആരും മൈൻഡ് ചെയ്യില്ല. ഗുണദോഷ കമ്മിറ്റിക്ക് ഇവിടെയും ഒരു കുറവുമില്ല. കാര്യം ജ്ഞാനശീലേട്ടൻ ഇത്രയും കാലം പറഞ്ഞത് മുഴുവൻ മണ്ടത്തരമാണെങ്കിലും ഇതിൽ കാര്യമില്ലാതില്ല. താങ്ക് യു. സോറി. മൂഢേഷു ചിന്ത മുഷിയാത്ത വേഷം തദ്വാരേഷു ചന്ത. അങ്ങനെ ആരോട് ഇടിച്ചു കയറി ഉണ്ടാക്കുന്ന സ്നേഹവും ബന്ധമൊന്നും തൽക്കാലം വേണ്ട. ഏട്ടൻ പറയുന്നതിന് കാര്യമുണ്ട്. എന്താ എന്റെ ഒരു പത്രാസ്? ദേ ഒരു ഒറ്റ വീക്ക് വെച്ചെന്നല്ലുണ്ടല്ലോ, ആകെ ഒരു നാത്തൂനാ ഉള്ളത്. അതിനെ കയറി അത് ഇത് പെണ്ണിന്റെ ഒരു നെകളിപ്പ്. അശോക, മെല്ലെ വിരിയുന്ന സുമത്തിനെ സുഗന്ധം ഉണ്ടാവൂ, അതേ ദൃഢമാവൂ. കൂടുതൽ അദ്വൈതം ഒന്നും വേണ്ട കേട്ടോ. മോനെ നീ ഈ പറയണ പോലൊന്നുമല്ല. കല്യാണം കഴിഞ്ഞ ഒക്കെ മാറിക്കൊള്ളും. ഇവിടുത്തെ രീതി അനുസരിച്ച് വളർന്ന കുട്ടിയല്ലേ, പെട്ടെന്ന് മറ്റുള്ളവരുമായി ഇടപഴകാൻ ബുദ്ധിമുട്ട് കാണും. ഞാനൊരു കാര്യം പറയാം. ഗതികേട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് യാത്ര തിരിച്ചത്. ആകാശക്കോട്ട കെട്ടി തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും നിലത്ത് നിന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ആരാന്റെ പറമ്പിലെ പുല്ല് കണ്ടിട്ട് നമ്മുടെ വീട്ടിൽ പശുവിനെ വളർത്തരുത്. പുല്ല് ആരാന്റെ പറമ്പിൽ തന്നെ. അളിയത് ഞാനാ. അയ്യോ, ഇതെന്ത് വേഷം? മേളിലിരുന്ന് ഒരു പഴയ പെട്ടി കുത്തി പൊളിച്ചപ്പോ കിട്ടിയതാ. നിറച്ച് കോട്ട് ഉരുപ്പുണ്ട്. അളിയമണി ഒരെണ്ണത്ത് ഫിറ്റ് ചെയ്തോ. നമ്മുടെ അന്തസ് നിലർത്തണ്ടേ. അന്ന് പോലീസിന്റെ ഇടി മാല പൊട്ടിച്ച പോലീസൊക്കെ വിട്ടിരിക്കട്ടെ. ഇതെങ്ങനെയുണ്ട്? അസൽ ബഫൂൺ. ദോ വരുന്നു. അളിയ ഇതെങ്ങനെയുണ്ട്? ഇങ്ങോട്ട് മാറാം. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ഞാൻ കാത്തു സൂക്ഷിക്കളിയ. ഞാനും. അളിയെ നിഷ്പക്ഷമായിട്ട് പറ, എങ്ങനെയുണ്ട്? കൊള്ളാം. ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട് വെച്ചതാ. ആഹാ, ഇവിടെ വന്ന് കിടക്ക. നാത്തൂനെ അന്വേഷിച്ചാൻ എവിടൊക്കെ നടന്നെന്നറിയോ? നാത്തൂനോ? അതാരാ? ഇത് നല്ല കൂത്ത്. ഇവിടെ എനിക്ക് നാത്തൂൻ വേറെ ആരാ ഉള്ളത്? നീ തന്നെ. അയ്യോ ദേ എപ്പോഴും എങ്ങനെ കിടന്ന് ആടല്ലേ, തലച്ചിട്ടിലുണ്ടാവും. അല്ലെങ്കിൽ തന്നെ നീ ഈയിടെയായിട്ട് അങ്ങ് ക്ഷീണിച്ചിരിക്കുക. കല്യാണമൊക്കെ അടുത്ത് വരുമ്പോ ദേ ഇങ്ങനെ ചുള്ളി പോലെ ആവും. ഈ കമ്മൽ എത്ര പവൻ വരും? എനിക്കങ്ങ് ഇഷ്ടമായി. മുക്കാണോ അത് ഒറിജിനലാണോ? ഇത് മാത്രമല്ല, എല്ലാം മുക്കാം. ഓ, അവിടെ ഒരു ഗമ. ഇതുകൊണ്ട് തന്നെ എവിടെ ആരും കെട്ടാനില്ലാതെ നാട് തേടി വന്നത്. എടീ പെണ്ണേ, പോയൊരു ബദാം ജ്യൂസ് കൊണ്ടുവാ. ഇടി ഒരു ബൂസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് നേരത്രയായി. വീഴ്ച നിൽക്കാതെ പോയി ജ്യൂസ് കൊണ്ടുവാടി. ജ്യൂസ് എടുക്കും. ബൂസ്റ്റ് എടുക്കാതെ ജ്യൂസ് എടുത്താൽ വിവരം അറിയും. കളിക്കരുത് കേട്ടോ. നീ പോടാ തൃണമേ. എന്ത് വിളിക്കേ? തൃണം തൃണം പുൽ പുൽ. പുല്ലിന് ഇങ്ങനെ ഒരു വൃത്തിയിട്ട പേരുണ്ടോ? ഉണ്ട്. താനിട്ടതല്ലേ? അതെ, ഞാനിട്ടതാ. ഈ പുല്ലാണോ മരമാണോ പറഞ്ഞ അനുസരിക്കുന്ന ഇപ്പൊ അറിയാം. പോയി ജ്യൂസ് കൊണ്ടുവാടി. പോയി ബൂസ്റ്റ് കൊണ്ടുപാടി. എടീ, ഞാൻ പറഞ്ഞ അനുസരിക്കുന്നോ ഇയാള് പറഞ്ഞ അനുസരിക്കുന്നോ എനിക്ക് ഇപ്പൊ അറിയണം. എടേ, ഞാൻ പറഞ്ഞ അനുസരിക്കുന്നു അതോ ഇവൻ പറഞ്ഞ അനുസരിക്കുന്നു എനിക്ക് ഇപ്പൊ അറിയണം. പോയി ജ്യൂസ് കൊണ്ടുവാടി. പോയി ബൂസ്റ്റ് എടുത്തോണ്ട് പാടി. പോയി ജ്യൂസ് കൊണ്ടുവാടി. ബൂസ്റ്റ് എടുത്തോണ്ട് പാടി. പോയി ജ്യൂസ് കൊണ്ടുവാടി. എന്തോന്നായത്? നേരെ വെളുത്തപ്പോ തൊട്ട് ഒരു പെങ്കൊച്ചിനെ കൊണ്ടുള്ള ജോലി ഇല്ലേ ചെയ്യിക്കുന്നോ? കൊണ്ടുപോടുന്ന മോൾ ഈ ജോലിയൊന്നും ചെയ്യണ്ട. ഇനി പോരും വാ. എന്റെ ഈ കാലിന് ഭയങ്കര വേദന. ഒന്ന് തടയി തരുമോ? അവിടെ ഇരിക്കേ. ആ അതെ, ഇവിടെ അവിടെ തന്നെ. ഓ, ഒന്ന് അമർത്തി തടവടി കൊച്ചേ.
ജ്യൂസ് മേശപ്പുറത്ത് വെക്കേ. வக்கீல் சார் கூப்பிடுறாரு. കൂപ്പോ வக்கீல் சார் கூப்பிடுறாரு. കൂപ്പിട്. വക്കീൽ സാർ ഗൗൺ ഇടാറില്ലേ? அடச்சி சூத்த சோம்பேறி பசங்களா. கூப்பிடுறது என்ன தெரியல, சாப்பிடுறது என்ன தெரியுதா? தெரியா சாப்பாடுற மக்களா. ചേട്ടാ ഈ വക്കീലിന് ഒരു പണിയില്ല. ടേസ്റ്റ് വക്കീല് വേട്ടയ്ക്ക് വിളിച്ചതാണോ? ഞങ്ങൾ ഇത്തരം ചീപ്പ് പരിപാടികൾക്ക് പോകാറില്ല. ആ ചട്ടി എടുക്ക. ഏ? ആ ചട്ടി എടുക്കാൻ. ഞാൻ വാരിക്കുഴി അശോകന്റെ അളിയനാണ് പെരുവഴി. ആരായാലും ചട്ടി എടുക്കൂ. താന കാർ കഴുക. ഞാൻ അശോകന്റെ മൂത്ത അളിയനാ. സത്യഭാമടെ വെക്കവിടെ. തനിക്ക് ബൂസ്റ്റ് വേണം അല്ലേ? എനിക്ക് ബദാം ജ്യൂസാ. എനിക്കാണ് ബൂസ്റ്റ്. ആദ്യം മേലണെങ്കിൽ പണിയെടുക്കാൻ പഠിക്കണോ. ഒരു മുടിഞ്ഞ ഏർപ്പാടായി പോയി. എന്താ പറഞ്ഞേ? എടുക്കടാ ചട്ടി. ബൂസ്റ്റ് വേണം അല്ലേ? പണിയെടുക്കണോ. അതല്ല ഇത് വലിയ വക്കീൽ സാർ ഒരു സംശയം ചോദിച്ചോട്ടെ? ആ വാസ്തവത്തിൽ ഇത് പൊട്ടുന്ന തോക്കാണോ? വാസ്തവത്തിൽ പൊട്ടുന്ന തോക്കാണോ? തട്ടി പൊട്ടി. വക്കീലേ, പെരുവഴി ലാലിച്ചൻ തോക്കിനും ലാത്തിക്കും തോറ്റിട്ടില്ല. നീ ഇറങ്ങി വാടോ. ഇറങ്ങി വാടോ കീലേ. ഇറങ്ങി വാടോ. വരണ്ട. എന്താണ് ഇവിടെ? വക്കീല് 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 പ്രത്യക്ഷപ്പെട്ടത്. നാട്ടില് ചങ്കും കരള് പോലെ കഴിഞ്ഞിട്ട് ഞങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് ഇവിടെ കൊണ്ടുവന്നത്. കേസില്ലാത്ത താനെന്തിനാ മേളിൽ കയറി നിൽക്കുക? ഈ താഴോട്ട് ഇറങ്ങി വാടോ. വാടോ. വിളി കേട്ട. അതാ വക്കീല് വരുന്നത്. தண்ணியா போட்டுக்கிட்டு வந்து கலாட்டாவா பண்றீங்க? போக வெளியில ചോദിക്കാം. പോടാ നീർക്കോലി. மரபாக்கி. നല്ല മലയാളിയാണോ? എന്നിട്ടാണോ ഇത്രയും നാള് തമിഴ് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ചത്? താനാണല്ലേ ഇവിടുത്തെ മെയിൻ സ്വിച്ച്. ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ എന്താ ഒരു കാലത്ത് നോക്കണ്ട. ലോകത്തിലെ ഒരു ശക്തിക്ക് ഞങ്ങളെ പിരിക്കാൻ സാധ്യമല്ല. അയ്യോ പോയി പകരം ചോദിക്കും. എടോ വീറ വക്കീലേ, ഞങ്ങൾ അളിയന്മാര് നാട്ടിൽ സുഖമായിട്ട് കഴിയുന്ന കണ്ടപ്പോ തനിക്ക് സൂചിച്ചില്ലല്ലേ? അശോക പോയടാ. നീ നാട്ടിൽ ഞങ്ങളെ കൊണ്ടൊരു മുട്ടുചൂചി പോലും കുഞ്ഞെടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? ഈ പകൽ തോക്കു ചൂണ്ടി ഞങ്ങളെ കൊണ്ട് അടിമപ്പണി ചെയ്യിച്ച് റാസ്കൽ. ഞങ്ങൾ ഇതേപോലെ ദേഹമനങ്ങി പണി ചെയ്ത് ശീലിച്ചിട്ടില്ല. വക്കീലങ്ങൾ ഇവരെ പിടിച്ച് ഗേറ്റിന് പുറത്ത് വെച്ച് വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ മഞ്ഞപ്പക്കി. ഇത് ഞങ്ങളുടെ അശോകരളിയന്റെ വീടാ. എന്താ ഈ പോടാ തണ്ടി. പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടു. അടുത്ത വേഷം പ്രത്യക്ഷപ്പെട്ടു. സ്വർണ്ണത്തള്ള. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശ്രീധരൻ വേണ്ടാന്ന്. അവിടെ താമസിക്കാനില്ലേ? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അതിലും ഭേദമാ ചക്കാട്ട്. സാധനം നിങ്ങൾക്കുണ്ടോ? കുടിച്ചിട്ട് തെറി വിളിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ലേശം കുടിച്ചാൽ തെറി പറയാൻ പറ്റുമെന്ന് അനിയനല്ലേ പറഞ്ഞത്? ഇതിനൊക്കെ മാറി വക്കീലാണ് കാരണം. എന്റെ കർത്താവേ പൊള്ളി. എന്റെ സുമി, നീ ആ രാജവല്ലിയെ സൂഹിപ്പിച്ച് കയ്യിലെടുത്തിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. നിങ്ങള് രാത്രി കള്ളും കുടിച്ചിട്ട് വന്ന് സാഹിത്യം പറയുമ്പോ ഓർക്കണായിരുന്നു. ചങ്കിക്കുത്തുന്ന വർത്തമാനം പറയാതെ സുമി. അന്നേരത്തെ ആവേശത്തിന് ഞാനൊരു പ്രതികാര കുതുകിയായി പോയി. ചക്കാട്ടേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നിങ്ങളീ പറയുന്നത്? മൈലാഞ്ചി പുരട്ട അറിയാവോ? ഓ, ഇനി ഈ ശരീരത്ത് മൈലാഞ്ചി പുരട്ടാത്തിന്റെ കുറവേ ഉള്ളൂ. എനിക്കല്ല, പിന്നെ കുഴി പോയ കുഴിതാഹോള നിന്റെ അമ്മൂമ്മയ്ക്ക്. ദേ എന്റെ അമ്മയ്ക്ക്. എടി മരക്കഴുതേ, ഇവിടെ മൈലാഞ്ചി അരച്ച് പുരട്ടുന്ന ആരാ? രാജവല്ലി.